ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടെൽസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ഈ വരുന്ന ഒരാഴ്ചയ്ക്ക്, അതായത് ഇന്ന് മുതൽ നെക്സ്റ്റ് മൺഡേ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? സോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 1. ഈ ഒരു പിക്ചറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു പിക്ചറാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. സോ പിന്നെ പിക്ചേഴ്സ് നോക്കി ചൂസ് ചെയ്യാൻ ശ്രമിക്കും. ചില ആളുകൾ ചിലപ്പോൾ കുറച്ചൊക്കെ റീഡിങ്സ് അല്ലെങ്കിൽ ടാരറ്റ്സ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ബേസിക്കലി ആ ഒരു ക്യൂൻ ഓഫ് സോർട്സ് ക്യൂൻ ഓഫ് ഫോൺസ്, ഏസ് ഓഫ് കപ്സ് അതിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പിക്ചറാണ്. അപ്പോൾ പിക്ചറിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ റീഡിങ്സ് റെസണേറ്റ് ആയെന്ന് വരില്ല. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം ഈ ഒരു വരുന്ന ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഈ മൺഡേ മുതൽ അടുത്ത മൺഡേ വരെയുള്ള നിങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. ഓക്കെ, സോ 3 of Swords energy, 6 of Cups, 7 of Swords, 5 of Wands. ഓക്കെ, Lovers energy, 6 of Pentacles. പൈൽ നമ്പർ 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഴ്ച നിങ്ങളുടെ എനർജി, ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആഴ്ച. അതായത് ഈ ഒരു ആഴ്ചയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉള്ള ഒരു നടക്കാൻ പോകുന്ന പല കാര്യങ്ങളുടെയും ഒരു തുടക്കം മാത്രമായിരിക്കാം എന്നുള്ളത് ഈ ആഴ്ചയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യമുള്ളതായിട്ട് കാണിക്കുന്നു. പ്രത്യേകിച്ച് പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള കാര്യങ്ങളിൽ ഏറ്റവും അധികം ഈ ഒരു ആഴ്ച നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു വർഷം എന്നുള്ള ഇതിലേക്കാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചത്തെ പല കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. 3 of Swords ആൻഡ് ലവേഴ്സ് എനർജിയാണ്. പ്രണയത്തിലായിട്ടുള്ളവർക്ക് പ്രണയ നൈരാശ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രണയത്തിലായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ശരിയായിട്ടുള്ള രീതികളും സാഹചര്യങ്ങളും, അതായത് ഒരു ചതി വഞ്ചന എന്നുള്ളൊരു സാഹചര്യം പ്രണയത്തിലുണ്ടായേക്കാം ചില ആളുകളെ സംബന്ധിച്ച്. 7 of Swords ആൻഡ് ലവേഴ്സ് എനർജിയാണ്. ചതിയും വഞ്ചനയും പോലുള്ള കാര്യങ്ങൾ പ്രണയത്തിൽ സംഭവിച്ചേക്കാം. വിവാഹിതരായിട്ടുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചാൻസസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആളുകളെ സംബന്ധിച്ച് പുതിയതായിട്ട് പെട്ടെന്നൊരു അത്ഭുതകരമായിട്ട് ഇങ്ങനൊരു ഷോക്ക് എന്നുള്ള രീതിയിലല്ല, നിങ്ങൾക്ക് കുറച്ച് സംശയമൊക്കെ ഓൾറെഡി ഉള്ള അങ്ങനത്തെ ഒരു അത് സത്യമായിട്ട് തീരുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക്, നിങ്ങളുടെ ഭയം സത്യമാകുന്നു എന്നുള്ള രീതിയിലേക്കാകാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുന്നോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ബന്ധം എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു ഈ ഒരു വർഷക്കാലത്തേക്ക്, വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ വിവാഹമോചനത്തിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. 6 of Swords ആൻഡ് 5 of Wands എനർജി. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകൾ, ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അകറ്റി നിർത്തുന്ന കാര്യങ്ങളുടെ തീരുമാനമാകുന്ന ഒരാഴ്ച, ഈ ഒരാഴ്ച വളരെ പ്രധാനമുള്ളതാണ്. അപ്പോൾ ഡിവോഴ്സ് കേസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു തരത്തിൽ നെഗറ്റീവായിട്ടാണ് പലരും എടുക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത്, അതായത് മുതലെടുത്തുകൊണ്ടിരുന്ന ആളുകൾ ഇനി അങ്ങോട്ടേക്ക് അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ ഉറച്ച തീരുമാനത്തിലേക്ക് എത്തുന്നതാവാം. അത് ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന രീതിയിൽ മോചനം, അത് വിവാഹമോചനം എന്നുള്ള രീതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മോചനം പല ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്നതുമായിട്ട് കാണിക്കുന്നതാണ്. അതായത് ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളതല്ല, പക്ഷെ നിങ്ങളത് വെച്ച് പൊറപ്പിക്കുന്നു അങ്ങനെയുള്ള ബന്ധങ്ങളും എന്നുള്ളത്. അതേപോലെ 6 of Pentacles ആൻഡ് 6 of Cups എനർജിയാണ്. വളരെയധികം സന്തോഷമുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലോൺ കാര്യങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഒരാഴ്ചയിൽ ചെയ്യുന്ന നിങ്ങളുടെ പ്രവൃത്തി മുന്നോട്ടേക്ക് വരുന്ന ഒരു വർഷക്കാലത്തേക്ക് വരെ നിങ്ങളെ ബാധിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ ലോൺ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ലോൺ ലഭിക്കാൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കുറച്ചധികം കടമുള്ളവരാണെങ്കിൽ കടം വീട്ടേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. ചുരുക്കം ചില ആളുകളിൽ, എല്ലാവരിലുമല്ല, ലോട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ സാമ്പത്തികം, അതായത് സാലറി കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അതല്ലാതെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനലാഭം ഒരു പക്ഷം നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം.
അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടും, അതായത് കേസ് കാര്യങ്ങൾ നടക്കുന്നവരാണെങ്കിൽ അത് നിങ്ങളുടെ ഫേവറിൽ വിധി വരുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമായതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ധനലാഭം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും വിൽക്കാൻ ഇട്ടിട്ടുള്ളത് ചിലപ്പോൾ വിറ്റ് പോകുന്നുണ്ടാവും. ഇപ്പോൾ വീടോ സ്ഥലമൊക്കെ വിൽക്കാൻ കുറേ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരാഴ്ചയിൽ പെട്ടെന്ന് ആൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആവുന്നു. അങ്ങനെയുള്ളൊരു, അതായത് കടം ഒക്കെ വീട്ടിൽ തീർക്കാനും മറ്റൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളത്. പിന്നെ 7 ഓഫ് സോഡ്സ് ആൻഡ് ലവേഴ്സ് എനർജി സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ചില സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആരെങ്കിലും, അതായത് നിങ്ങൾ ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പ്രൂഫ് ഇല്ലാതെ, അതായത് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ പണം കടം കൊടുക്കുന്നതോ അല്ലെങ്കിൽ സഹായം എന്നുള്ള രീതിയിൽ കയ്യിൽ പ്രൂഫൊന്നും ഇല്ലാതെ കാര്യങ്ങൾ കൊടുക്കുന്നു ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അവരെ നിങ്ങളെ കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ വളരെ സ്നേഹത്തോടു ദയോടു കൂടിയിട്ട് അല്ലെങ്കിൽ കാരുണ്യം എന്നുള്ള രീതിയിലൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളെ അവരിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരിക്കലും പോവാതിരിക്കുക. കാരണം ഇത്തിരി ക്രൂരമായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ ജീവിതം, മുന്നോട്ടേക്ക് വരുന്ന ജീവിതം പാടെ തച്ചുടയ്ക്കാൻ ഉള്ള ചിന്തയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതിലേക്ക് പോവാം. അല്ലാത്ത പക്ഷം എന്തൊരു സാഹചര്യമാണെങ്കിലും ആർക്കെങ്കിലും കടം കൊടുക്കുന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യാം. പരമാവധി ജാമ്യം നിൽക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, സെൽഫ് എംപവേർഡ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്, അതായത് നിങ്ങൾ സ്വയം നിങ്ങളുടെ ശക്തി മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്ന പല കാര്യങ്ങളും സ്വയം തീരുമാനമെടുക്കുന്നുണ്ട്, സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പുതിയ പ്രണയവും ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ നടന്ന് ഈ ഒരു വരുന്ന വർഷത്തിൽ തന്നെ പുതിയൊരു പ്രണയം അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം കഴിഞ്ഞ് പുതിയൊരു പ്രണയം, അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒത്തേക്കുമുള്ള ഒരു പ്രണയം എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ഇനി ഫയൽ നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വരുന്ന ഒരാഴ്ച, അതായത് ഈ മൺഡേ മുതൽ അടുത്ത മൺഡേ വരെയുള്ള ഒരാഴ്ചത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫയൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 2. Eight of Pentacles, 7 of Pentacles, Page of Swords, Queen of Swords, Temperance energy and Sun card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 ഓഫ് പെൻറ്റക്കിൾസും ടെമ്പറൻസ് എനർജിയാണ്. ജീവിതത്തിൽ ഒത്തിരി അധികം അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര വർക്കഹോളിക്കാണ്. ജോലിയിൽ തന്നെയായിരിക്കും എപ്പോഴും. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത്, കരിയർ, പ്രൊഫഷൻ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ജോലിയിൽ ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിൽ മുന്നേറുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുകയും വേണം. പക്ഷേ എല്ലാത്തിനും ഒരു അതിർവരമ്പ്, ഒരു അതിർ രേഖ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ ഔദ്യോഗിക ജീവിതം, അവരുടെ പേഴ്സണൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, സ്പിരിച്വൽ ലൈഫ്, പല തരത്തിലുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ പല ജീവിതങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുന്ന പോലെ പല റോൾസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പല ഏരിയാസ് ജീവിതത്തിലുള്ളത് എല്ലാത്തിനും തുല്യ പ്രാധാന്യം അല്ലെങ്കിൽ കൂടിയും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നൽകേണ്ട അനിവാര്യത സൂചിപ്പിക്കുന്ന സമയമാണ് ഈ ഒരാഴ്ചക്കാലം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലിയിലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബ അന്തരീക്ഷത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സാഹചര്യവും ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ജോലി കൊണ്ട് ഇത് പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജോലി കാര്യങ്ങൾ അതെപ്പോഴും ഉണ്ടാകുന്ന, ഏത് സമയത്തും ഇന്ന് നാളത്തേക്ക് മാറ്റിവെക്കാമെന്ന് വെച്ചാൽ നാളെയും വേറെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കഴിവാണ്. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട് മാത്രമാണ്. അതിന് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ എന്തൊക്കെ ന്യായം പറഞ്ഞാലും അത് നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ്. കാരണം പല ആളുകളും അത് പ്രാധാന്യം നൽകാത്തത് കൊണ്ടാണ്. ഫാമിലി എപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വരുന്ന ഒരു വിചാരമാണിത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കുക. ലൈഫിൽ ബാലൻസ് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്.
പല ആളുകളും റിട്ടയറായി കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ ഒരുമിച്ചിരിക്കാം എന്നുള്ളൊരു ചിന്തയായിരിക്കാം. പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്കും ഫാമിലി ഒരു പക്ഷേ ഒത്തിരി അകന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള സൗഹൃദങ്ങളും പല അങ്ങനെയുള്ള നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അവരോടൊപ്പം ആയിരിക്കും പിന്നീട് സമയം ചെലവഴിക്കുന്നത്. ഒരു പരിധി വരെ ഉള്ള സമയം, അതായത് നിങ്ങളുടെ ജീവിതം മുഴുവൻ മറ്റ് കാര്യങ്ങൾക്ക് ചെലവഴിച്ചിട്ട് ഫാമിലി വേറെ പല ബന്ധങ്ങളിലും അല്ലെങ്കിൽ സൗഹൃദങ്ങളിലൊക്കെ പോകുമ്പോൾ പിന്നീട് പ്രായമാകുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ തീരുമാനിക്കുക. 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ക്യൂൻ ഓഫ് സോർട്സ് എനർജിയാണ്. അതായത് വളരെ ഹയർ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതെടുത്ത് പറഞ്ഞത്. കാരണം പൊസിഷൻ വൈസ്, സാലറി വൈസ് ഒക്കെ വളരെ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നല്ല ഉയർന്ന പൊസിഷനിലും നല്ല ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരാഴ്ചയിൽ. അല്ലെങ്കിൽ ഈ ഒരാഴ്ചയിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെങ്കിലും ഉണ്ടാകുന്നുണ്ട്. മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിൽ അത് നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് സൺ കാർഡാണ്. നിങ്ങൾ കൃഷി പരിപാടികളിലൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളാണ് ഈ പറഞ്ഞ പോലെ അമിതമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ചിലപ്പോൾ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം. അപ്പോൾ നിങ്ങളായിരിക്കും ഒരു പക്ഷേ ആ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കൃഷിയിലേക്കോ കാര്യങ്ങളിലേക്കോ ഇറങ്ങാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങിയത് വലിയൊരു രീതിയിലേക്ക് ആകാൻ ഈ ഒരാഴ്ച അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന കാര്യമാണ് ഈ ഒരാഴ്ചയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ചിന്താഗതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ മത്സ്യകൃഷി, അതേപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങൾ അല്ലെങ്കിൽ അലങ്കാര പുഷ്പങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ കൃഷി ചെയ്യുന്ന അലങ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ, കോസ്മെറ്റിക്സായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ കൃഷി ചെയ്യുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ പേജ് ഓഫ് സോർട്സ് ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിൽ ഒത്തിരി ഉയർച്ചയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു അവസരമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ് ഈ ഒരാഴ്ച സമയം എന്ന് പറയുന്നത്. ഒത്തിരി പ്രാധാന്യമുള്ള സമയമാണ്. ആസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ ഒത്തിരി പ്ലാനറ്ററി പൊസിഷനിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി പ്ലാനറ്റ്സ് പലതരത്തിലുള്ള അലൈൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാറ്റങ്ങളുടെ സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി തോന്നുന്നുണ്ടാവും പല മാറ്റങ്ങളും ജീവിതത്തിൽ വരുന്നു എന്നുള്ളത്. ആ മാറ്റങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. വിദേശത്ത് പോയിട്ട് പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം. അപ്പോൾ ഈ ഒരാഴ്ച വളരെ പ്രധാനമുള്ളതാണ്. അതേപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫിലും സ്പിരിച്വാലിറ്റി, ആത്മീയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം മുന്നേറുന്നുണ്ട്. ആത്മീയ കാര്യങ്ങൾ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഓർഗനൈസേഷൻ, ഏതെങ്കിലും ആശ്രമത്തിലേക്ക് മാറുന്ന സിറ്റുവേഷനും കാണിക്കുന്നു. അതായത് ഒരു ലൈഫ് നിങ്ങൾ മാറ്റിയത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ക്യൂൻ ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ്. അതായത് ഇതുവരെയുള്ള ഭൗതിക ജീവിതം, സമ്പത്ത്, ധനം, അങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് നിങ്ങൾ ചില ആളുകൾ ആ ഒരു ജീവിതം തന്നെ വിട്ട് നിങ്ങൾ അതായത് ഒരു ആശ്രമ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൽ പോയി താമസിക്കുന്നതോ സന്യാസം സ്വീകരിക്കുന്നതോ ലെവലിലേക്ക് വരെ പോകാം. അല്ലാത്ത ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വളരെയധികം സ്പിരിച്വൽ ആകുന്നുണ്ട്. പറഞ്ഞ പോലെ ഈ ആത്മീയമായിട്ടുള്ള സംഘടനകളുടെ ഭാഗമാകുകയോ അവിടെ സ്ഥിരം സന്ദർശകരാകുകയോ അങ്ങനത്തെയൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ചയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടാകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇനി നമ്മൾ ഫയൽ നമ്പർ 3 കടക്കാം. ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഫയൽ നമ്പർ 3 ഈ വരുന്ന ഒരാഴ്ചത്തേക്ക്, ഈ മൺഡേ മുതൽ അടുത്ത മൺഡേ വരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫയൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. Temperance energy, 3 of Wands,
ഹാങ്ഡ് മാൻ എനർജി, 3 of Pentacles, Knight of Cups, 6 of Swords എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടെമ്പറൻസ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾ വളരെയധികം വളരെ സമചിത്തതയോടും വളരെ ക്ഷമയോടും വളരെ പക്വതയോടും കൂടിയിട്ട് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളോ വഴക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ലൊരു ആഴ്ചയായിരിക്കും നിങ്ങൾക്ക്. കാരണം പൊതുവിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ തന്നെ പ്രത്യേകിച്ച് അതിന് എഫേർട്ടൊന്നും ഇടാതെ നിങ്ങൾ വളരെ കാം, വളരെ മച്യൂറായിട്ട്, വളരെ അതായത് മിതത്വത്തോടു കൂടിയിട്ടുള്ള സംസാരം, അമിതമായിട്ട് ഒച്ചെടുത്ത് സംസാരിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കാമായിട്ട് വളരെ ഒരു പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ മെച്യൂരിറ്റിയോട് കൂടിയിട്ട് തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ വളരെയധികം പക്വതയോട്, പ്രായത്തിൽ കവിഞ്ഞ് പക്വതയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിലൊക്കെ വളരെ സംതൃപ്തി തരുന്ന കാര്യമാണ്. ഇനി നിങ്ങൾക്ക് കുട്ടികളില്ലാത്തവരാണ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില വ്യക്തികൾ, ഇപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി, ആ ഒരു വ്യക്തിക്ക് ഇച്ചിരി പക്വത കുറവാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ലൈഫിൽ ഒത്തിരി അത്രയും സീരിയസ് അല്ല എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. വളരെ പക്വതയോടുകൂടി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ സീരിയസ് ആയിരിക്കണം. അല്ലാതെ സീരിയസ് ആവേണ്ട കാര്യമില്ല. ലൈഫ് അത്രയും സീരിയസ് ആയിട്ട് എടുക്കണ്ട. പക്ഷേ നമ്മൾ സീരിയസ് ആയിട്ട് പ്രവർത്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം, നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം, ഒരുപക്ഷെ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്താവാം. ആ ഒരു സുഹൃത്ത് എപ്പോഴും എല്ലാം വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ അവർ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ 3 of Wands and 3 of Pentacles എനർജിയാണ്. അവസരങ്ങൾ ഒത്തിരി വരുന്ന ഒരാഴ്ചയാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് അവസരങ്ങൾ വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടത്, ഔദ്യോഗികമായിട്ടുള്ള അവസരങ്ങൾ വരുന്നു എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളെ ഇപ്പോൾ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നായിരിക്കാം, എന്തെങ്കിലും ഒരു പുസ്തകങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ആരെങ്കിലും പറയുന്നതായിരിക്കാം, പുസ്തകങ്ങൾ വായിക്കുന്നവരല്ലെങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ പത്രത്തിൽ നിന്നോ, അല്ലെങ്കിൽ അതുപോലെ ന്യൂസ്, അതുപോലുള്ള കാര്യങ്ങൾ പുസ്തകങ്ങളുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എവിടെ നിന്നെങ്കിലും ഒരു വാർത്തയായിട്ട് ലഭിക്കുന്നതാവാം. അല്ല എങ്കിൽ ഇത് പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ജോലിയായിരിക്കും. ചിലപ്പോൾ ലൈബ്രറിയനായിരിക്കാം, അല്ലെങ്കിൽ പ്രസ്സിൽ, അല്ലെങ്കിൽ മീഡിയ പോലുള്ള അങ്ങനെയുള്ള മേഖലകളിലേക്ക് നിങ്ങൾക്ക് ജോലിക്ക് സാധ്യത എന്നുള്ളതാവാം സൂചിപ്പിക്കും. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പഠിച്ച ജോലി നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് നിങ്ങൾ പഠിച്ചത് എന്തോ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ജോലി വേറെ എന്തോ ആയിരിക്കാം. നിങ്ങൾക്ക് അതിൽ സംതൃപ്തി ഇല്ല എങ്കിൽ നിങ്ങൾ പഠിച്ച ഇതിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പഠിച്ച വിഷയത്തിൽ ജോലി ലഭിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ആഴ്ചയിൽ. അപ്പോൾ അത് വിവാഹം സംബന്ധിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട്. ചില ആളുകൾക്ക് വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നീട്ടി വെച്ചൊരു കാര്യത്തിൽ അത് സംബന്ധിച്ച തീരുമാനങ്ങൾ സാധ്യമാകുന്നു. അതേപോലെ ഔദ്യോഗിക ജീവിതത്തിൽ പ്രൊമോഷന് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഹാങ്ഡ് മാൻ ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജിയാണ്. അപ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത നാളുകൾ വരെ. അങ്ങനെയുള്ള എന്തെങ്കിലും പുതിയ പ്രോജക്ട്സ് ആയിരിക്കാം, അങ്ങനെ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരാഴ്ചയിൽ അത് നടക്കണമെന്നില്ല. പക്ഷേ ഈ ഒരാഴ്ച നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എത്ര സമയം ചിലവഴിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ വരുന്നു, അതൊക്കെ ലൈഫിൽ അതിൽ വരുന്ന പല മാറ്റങ്ങളും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെ മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളിൽ വരുന്ന ഒരു വർഷത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ ശരിയാകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ ചിലപ്പോൾ കാര്യങ്ങളൊന്നും ആ പ്രത്യേക കാര്യമാണ് ഉദ്ദേശിച്ചത്, ഓരോരുത്തരുടെയും കാര്യത്തിൽ വ്യത്യാസം പെട്ടിരിക്കും. ആ പ്രത്യേക ചില കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ ഈ ഒരാഴ്ചയിലായിരിക്കില്ല, പക്ഷെ മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്.
പലരെയും സംബന്ധിച്ച് വരുന്ന 12 ദിവസത്തിനുള്ളിലായിരിക്കാം കാര്യങ്ങൾ നടക്കുന്നത്. ആ വരുന്ന 12 ദിവസം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച്. അത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കില്ല. ചില ആളുകൾക്ക് മുന്നോട്ടേക്ക് മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വർഷക്കാലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങളെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില പ്രൊജക്ട്സ്, ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടേതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ 3 of Wands ആൻഡ് 6 of Swords എനർജിയാണ്. ലൈഫ് എന്താണ്, ജീവിതം നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പലരെയും സംബന്ധിച്ചിടത്തോളം വിദേശവാസയോഗം കാണിക്കുന്നുണ്ട്. വിദേശത്തേക്കുള്ള യാത്ര, വിദേശത്തേക്കുള്ള നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു ഒരു പോസിറ്റിവിറ്റി ജീവിതത്തിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ എങ്ങോട്ടേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നേടാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്ക് ഓപ്പർച്യൂണിറ്റി വന്ന് വിദേശത്തേക്ക് കയറിപ്പോകുന്ന സിറ്റുവേഷൻ, കുടുംബത്തോടൊപ്പം ഫാമിലിയായിട്ട് വിദേശത്തേക്ക് പോകാൻ സെറ്റിൽ ആവാൻ വേണ്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്നതാവാം. അല്ലെങ്കിൽ ആദ്യത്തെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്ന അത് ആദ്യമായിട്ട് അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുമാവാം ഈ ഒരാഴ്ചയിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.